blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലേക്ക് ലോകം എമ്പാടും ഈ കുടുംബത്തിൽപ്പെട്ട എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ ഇതിൻ്റെ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ച വ്യക്തികൾക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയും ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് തമ്മനത്ത് നിന്നുള്ള ലീല ഐസക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് തൻ്റെ ബർത്ത്ഡേ ആണല്ലോ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. കർത്താവ്, ഞങ്ങൾ ചേർന്ന് തന്നെ അനുഗ്രഹിക്കുന്നു. തൻ്റെ ആരോഗ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം വീണ്ടെടുക്കുവാനും കർത്താവെ നല്ല ആരോഗ്യത്തോടെ ഇനിയുള്ള ആയുസ്സിൽ ജീവിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. കഴിഞ്ഞ മെയ് 21 തൻ്റെ 46ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവ്, തൻ്റെ ഭർത്താവ് ഡോക്ടർ ഐസക് ഉമ്മന് പല പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായെങ്കിലും ഈ 46 വർഷം ഒരുമിച്ച് ദാമ്പത്യ ജീവിതത്തിലായിരിക്കുവാൻ കർത്താവ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവ് കൊടുത്ത മക്കൾക്കായും കൊച്ചുമകൾക്കായും നന്ദി പറയുന്നു. കർത്താവ്, ഈ കുടുംബത്തെ മുഴുവൻ അനേകർക്ക് അനുഗ്രഹമാക്കി അങ്ങ് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. തിരുവനന്തപുരത്തുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ സഹോദരിമാരുടെ വിവാഹങ്ങൾ നടക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ദുബായിൽ നിന്നുള്ള റെജി ഡാനിയലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സെക്യൂർ പോയിൻറ്റ് ടെക് എന്നവരുടെ കമ്പനി ഏറ്റവും നല്ല രീതിയിൽ റൺ ചെയ്യുവാൻ കർത്താവ് സഹായിക്കണമേ. അവരുടെ പ്രോജക്റ്റുകളെല്ലാം സമയത്ത് തീർക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ഡ്യൂസ് എല്ലാം കളക്ട് ചെയ്യുവാൻ കർത്താവ് സഹായിക്കണമേ. വസായിൽ നിന്നുള്ള വിൽസൺ ചെറിയന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ പ്രൊഫഷണൽ കരിയറിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഒരു വലിയ സാമ്പത്തിക വിടുതൽ അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, ഓരോരുത്തരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അടിമാലി ജൂൺ 10 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പഞ്ചായത്ത് ടൗൺ ഹാൾ, അടിമാലി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കട്ടപ്പന ജൂൺ 11 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, കട്ടപ്പന. എന്നും പുലർത്തും എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ജീവൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും, എന്നും പുലർത്തും എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ
ഞാൻ യാത്ര ചെയ്യും പ്രത്യാശയോടെ, ഞാൻ യാത്ര ചെയ്യും പ്രത്യാശയോടെ. എല്ലാ കൈകളും ഉയർത്തി യാത്ര ചെയ്യും കർത്താവേ, ഈ കൈകൾ ഉയർത്തിയിരിക്കുന്നവരുടെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കണമേ, അങ്ങ് പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. Today I'm going to speak to you about supernatural provision from God. ഇന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാനായിട്ട് പോകുന്നത് ദൈവത്തിൽ നിന്നുള്ള അമാനുഷികമായ കരുതലുകളെ കുറിച്ചാണ്. Hallelujah. ഹല്ലേലൂയ. So we are serving not a natural God, we are serving a supernatural God. ഓർക്കുക, നാം സേവിക്കുന്നത് ഒരു മാനുഷികമായ സ്വാഭാവികമായ ഒരു ദൈവത്തെയല്ല, അമാനുഷികനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. The real God is not a natural God. The real God is a supernatural God. ഓർക്കുക, ഒരു യഥാർത്ഥ ദൈവം എന്നുള്ളത് ഒരു പ്രകൃത്യാ ദൈവമല്ല, മറിച്ച് പ്രകൃതിക്ക് അതീതമായിട്ടുള്ള അമാനുഷ്യനായിട്ടുള്ള ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത്. Can you say amen? എത്ര പേർ ചേർന്ന് രാമേൻ പറയും? So when we are serving a supernatural God, we can expect supernatural things in our lives. ഓർക്കുക, നാം ഒരു അമാനുഷിക ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആരാധിക്കുന്നുണ്ടെങ്കിൽ, അതേ അമാനുഷികമായ കാര്യങ്ങൾ അവനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും സാധിക്കും. According to John chapter 10 and verse number 10, Satan comes to rob us, to kill us and to destroy us. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വചനം അനുസരിച്ച് സാത്താൻ വരുന്നത് നമ്മളിലുള്ള നല്ല കാര്യങ്ങളെ മോഷ്ടിക്കുവാനായിട്ടാണ്. But Jesus comes to give us abundant life. എന്നാൽ യേശു വരുന്നതോ അവൻ സമൃദ്ധിയായ ജീവൻ നൽകുവാനായിട്ടാണ്. I'm going to prove this scripturally. ഞാൻ ഇതിനെ തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ തെളിയിക്കുവാനായി പോകുകയാണ്. The example I want to give you is from the Old Testament. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഉദാഹരണം പഴയ നിയമ വേദഭാഗത്ത് നിന്നിട്ടുള്ളതാണ്. When we take the whole Old Testament books, the first book that was written was not the book of Genesis, but it was the book of Job. പഴയ നിയമ പുസ്തകങ്ങളെ കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ എഴുതപ്പെട്ട പുസ്തകം എന്നുള്ളത് പഴയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകമല്ലായിരുന്നു. ആദ്യം എഴുതപ്പെട്ട പുസ്തകം ഇയ്യോബിന്റെ പുസ്തകമായിരുന്നു. And the story of Job is the story of the redemption of God. ഇയ്യോബിന്റെ കഥ എന്നുള്ളത് സത്യത്തിൽ ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ കഥയാണ് എന്ന് പറയാം. And in nutshell, Job's story is something like this. ചുരുക്കത്തിൽ ഇയ്യോബിന്റെ കഥ ഇതുപോലെ ഇരിക്കും. Job was a very good man. ഇയ്യോബ് വളരെ നല്ല നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. And he was a godly man. അദ്ദേഹം ഒരു ദൈവഭക്തനായിരുന്നു. And he was a prayerful man. അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. And God has blessed this man in every area. തന്റെ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും ദൈവം അനുഗ്രഹിച്ച ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ് എന്നുള്ളത്. And the Bible says he was so rich. എന്ന് മാത്രമല്ല, ബൈബിൾ പറയുന്നു അദ്ദേഹം വലിയൊരു ധനാഢ്യനും കൂടെയായിരുന്നു. But one day Satan came into his life and robbed him of everything. എന്നാൽ ഒരു ദിവസം സാത്താൻ അവന്റെ ജീവിതത്തിലേക്ക് വന്ന് തന്റെ സകല കാര്യങ്ങളെ കവർന്നെടുക്കുവാനായി ആഗ്രഹിച്ചു. And there was a series of deaths in his house. തന്റെ വീട്ടിനകത്ത് വലിയ മരണത്തിന്റെ ഒരു നിര തന്നെ നമുക്ക് കാണാൻ The Bible സാധിക്കുന്നുണ്ട്. says he had 7 sons and 3 daughters. All of them died one day. ആ ബൈബിൾ പറയുന്നു തന്റെ 7 ആൺമക്കളും അതുപോലെ 3 പെൺകുട്ടികളും ഒരൊറ്റ ദിവസം തന്നെ മരിച്ചു, ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. His business collapsed. തന്റെ ബിസിനസ് എല്ലാം താഴേക്ക് പോയി. His livestock was destroyed. തന്റെ കന്നുകാലികളെല്ലാം നശിപ്പിക്കപ്പെട്ടു. Even his own spouse, his own wife left him. എന്തിനു പറയണം, ജീവിത പങ്കാളി തന്റെ സ്വന്തം ഭാര്യ പോലും തന്നെ വിട്ടുപോയി കളഞ്ഞു. And it was not God's hand behind that, it was Satan's hand behind that. ആ പ്രശ്നത്തിന്റെ പുറകിൽ ദൈവത്തിന്റെ കൈകളല്ലായിരുന്നു, മറിച്ച് പിശാചിന്റെ കൈകളായിരുന്നു. Now listen to me. ദയവായി ഇപ്പോൾ എന്നെ ശ്രദ്ധിച്ചാലും, If any one of you is suffering like this, remember it's not God, it's Satan. ദയവായി ശ്രദ്ധിക്കുക, നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലുള്ള വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന്റെ കാരണം എന്നുള്ളത് ദൈവമല്ല, സാത്താനാണ്. If you lost your money,
if you lost your health, if you lost anything in your life, God is not behind that. It is the devil. നിങ്ങളുടെ പണം നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ, ആരോഗ്യം നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും കാര്യം നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിലെ കാരണം എന്നുള്ളത് ദൈവമല്ല, മറിച്ച് പിശാചാണ്. Now, Job continued to pray to the Lord. ഇപ്പോൾ ഇയ്യോബ് കർത്താവിനോട് നിരന്തരമായി And he പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. continued to wait upon the Lord. അപ്പോൾ തന്നെ കർത്താവിന്റെ മുൻപിൽ അവൻ കാത്തിരിക്കുകയാണ്. And finally, God appeared before him. ഒടുവിലായി ദൈവം അവന്റെ മുൻപാകെ പ്രത്യക്ഷപ്പെട്ടു. Now, what did the Lord do? ആ സമയത്ത് ദൈവം എന്താണ് ചെയ്തത്? They had a long discussion. അവർ തമ്മിലുള്ള വലിയ നീണ്ട ചില ചർച്ചകൾ ഉണ്ടായി. And finally, God blessed Job in everything in a double measure. ഒടുവിലായിട്ട് ദൈവം ഇയ്യോബിനെ സകല കാര്യത്തിലും ഇരട്ടിയായി അനുഗ്രഹിച്ചു. Now, did he get the difference between God and the devil? നിങ്ങൾക്ക് ദൈവവും പിശാചും തമ്മിലുള്ള വ്യത്യാസം ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലായോ? The devil came to rob everything away from him. പിശാച് വരുന്നത് സകല കാര്യവും തന്നിൽ നിന്ന് പിടിച്ച് കവർന്നെടുക്കുവാൻ But when വേണ്ടിയിട്ടായിരുന്നു. God came, he restored to him everything. എന്നാൽ ദൈവം വന്ന് നോക്കൂ, അവന് നഷ്ടപ്പെട്ട സകല കാര്യങ്ങളെ മടക്കി കൊടുക്കുവാനായിട്ടാണ് ദൈവം ഇറങ്ങി വന്നത്. As somebody said, God will give double for your trouble. ആരോ പറഞ്ഞു, ദൈവം നൽകുമ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരം ഇരട്ടിയായിട്ടാണ് നൽകുന്നത്. Hallelujah. ഹല്ലേലൂയ. I'm going to give you some scripture portions. ഇനി ഞാൻ നിങ്ങൾക്ക് ചില വേദഭാഗങ്ങൾ നൽകാൻ പോകുകയാണ്. 1 Peter chapter 5 verse number 7. 1 പത്രോസിന്റെ ലേഖനം 5-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം. Cast all your anxiety on him because he cares for you. അവിടെ എഴുതിയിരിക്കുന്ന ദൈവം നിങ്ങൾക്കായി കരുതുന്നത് കൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും ദൈവത്തെ ഭരമേൽപ്പിക്കുവിൻ. Now these words are written by the chief apostle named Peter. ഈ വചനങ്ങൾ എഴുതിയിരിക്കുന്നത് അപ്പസ്തോലന്മാരിൽ മുഖ്യനായിട്ടുള്ള പത്രോസ് എന്ന് പറയുന്ന വ്യക്തിയാലാണ്. He was an ordinary fisherman once. അദ്ദേഹം ഒരിക്കൽ ഒരു സാധാരണ മുക്കുവനായ മനുഷ്യനായിരുന്നു. Foul smell and foul language. വളരെ ചീഞ്ഞ് നാറുന്ന വാക്കുകളും ചീഞ്ഞ് നാറ്റവുമുള്ള വ്യക്തിയായിരുന്നു. But Jesus called him to be his disciple. എന്നാൽ യേശു അവനെ തന്റെ ശിഷ്യനാകുവാൻ വേണ്ടി വിളിച്ചു. And that call changed his life, his course of life. ആ ഒരൊറ്റ വിളി അവന്റെ ജീവിത ഗതിക്ക് തന്നെ മാറ്റം വരുത്തി. I am speaking to you in the Holy Spirit. ഞാൻ ഇതിപ്പോൾ സംസാരിക്കുന്നത് The പരിശുദ്ധാത്മാവിലാണ്. call of Jesus is coming to some of you sitting here. ഇവിടെ ഇരിക്കുന്ന ചിലരുടെ മേൽ ദൈവത്തിന്റെ വിളി വന്നിരിക്കുകയാണ്. Why are you here? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ Why do ആയിരിക്കുന്നത്? you find yourself sitting on a chair in this place right now? ഈ സ്ഥലത്ത് ഒരു കസേരയിൽ ഇരിക്കുവാൻ വേണ്ടി നിങ്ങൾ ഇടയായി തീർന്നതിന്റെ പിന്നിലെ കാരണം എന്താണ്? You could be somewhere else. നിങ്ങൾക്ക് ഈ സമയത്ത് മറ്റെവിടെങ്കിലും ആയിരിക്കാമായിരുന്നു. Why are you here? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു കസേരയിലായിരിക്കുന്നത്? Because Jesus called you. കാരണം യേശു നിങ്ങളെ വിളിച്ചതുകൊണ്ടാണ്. Jesus attracted you. യേശു നിങ്ങളെ ആകർഷിച്ച് ഇവിടെ ഇരുത്തിയതാണ്. You came not because I called you. ഞാൻ നിങ്ങളെ വിളിച്ചതുകൊണ്ടല്ല നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. You are here because Jesus loved you and called you. നിങ്ങൾ ഇവിടെ ആയിരിക്കാൻ കാരണം യേശു നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ വിളിച്ചതുകൊണ്ട് നിമിത്തം മാത്രമാണ്. In that case, your future will never be the same. Jesus is going to change everything about you. അതുകൊണ്ട് ഓർക്കുക, ഇത് നിമിത്തം അവന്റെ വിളി നിമിത്തമായി ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ഭാവി എന്നുള്ളത് പഴയതുപോലെ ആയിരിക്കില്ല. സകല കാര്യങ്ങൾക്കും യേശു കർത്താവ് മാറ്റം നൽകാൻ പോകുകയാണ്. Hallelujah. ഹല്ലേലൂയ. Now, what is Peter writing here? ഇവിടെ പത്രോസ് എന്താണ് എഴുതുന്നത്? Read it. Cast all your anxiety on him, on Jesus, because he cares for you. അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം നിങ്ങൾക്കായി കരുതുന്നത് കൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും ദൈവത്തെ ഭരമേൽപ്പിക്കുന്നു. Now, when Peter was writing these words, what were his qualifications to write this? ഈ പത്രോസ് ഇത് എഴുതുന്ന സമയത്ത് പത്രോസിന്റെ യോഗ്യത എന്തായിരുന്നു? He had been called by Jesus. ഒന്ന്, അവൻ യേശുവിനാൽ വിളിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. 3.5 years, shoulder to shoulder, he had walked along with Jesus everywhere. എല്ലായിടത്തും 3.5 വർഷക്കാലം യേശുവിന്റെ തോളോട് തോൾ ചേർന്ന് കൂടെ സഞ്ചരിച്ചവനായിരുന്നു. Many a times Peter touched the body
of Jesus. പല പ്രാവശ്യവും യേശുവിന്റെ ശരീരത്തെ പത്രോസ് സ്പർശിച്ചു. One day on the peak of Mount Tabor, he saw the glory of Jesus getting transformed by the power of the Holy Spirit. ഒരു പ്രാവശ്യം താബോർ മലയുടെ മുകളിൽ വെച്ച് യേശുവിന്റെ രൂപം മാറി അവൻ തേജസ്സുള്ള രൂപത്തിലേക്ക് മാറിയിരിക്കുന്ന കാഴ്ച ദർശിച്ചവനായിരുന്നു പത്രോസ്. In other words, Peter had seen the human form and the divine form of the Son of God and the Son of Man. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദൈവപുത്രനായിട്ടുള്ള മനുഷ്യപുത്രനായിട്ടുള്ള യേശുവിന്റെ ദൈവത്വത്തിന്റെ രൂപവും മനുഷ്യത്വത്തിന്റെ രൂപവും നേരിട്ട് കണ്ണാൽ കണ്ട് മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു പത്രോസ് എന്നുള്ളത്. Not only that, he had seen so many miracles done by Jesus. അത് മാത്രമല്ല യേശു കർത്താവിനാൽ സംഭവിച്ച ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടവനായിരുന്നു പത്രോസ്. The instruction given here to all of us is cast all your burdens on him, all your anxieties on him, all your cares on him, because he cares for you. നോക്കുക, ഇത്തരം എല്ലാ കാഴ്ചയും അനുഭവങ്ങളുമുള്ള പത്രോസ് ആണ് പറയുന്നത്, നിങ്ങളുടെ സകല ചിന്താകുലവും ദൈവത്തെ പരമേൽപ്പിപ്പിൻ, കാരണം അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ്. Peter is giving this instruction from out of his own experiences, not some bookish knowledge. ഓർക്കുക, പത്രോസ് ഈ വേദഭാഗം എഴുതുന്നത് തൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ്, പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചു കേട്ട അറിവിൽ നിന്നല്ല. Mainly he is writing this instruction because of his two experiences or two testimonials. പ്രധാനമായിട്ടും ഈ ഒരു വേദഭാഗം താൻ ഈ ഒരു നിർദ്ദേശം എഴുതുവാൻ കാരണം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച രണ്ട് അത്ഭുതങ്ങൾ അഥവാ രണ്ട് അനുഭവങ്ങളിൽ നിന്നാണ് താൻ ഇത് എഴുതിയിരിക്കുന്നത്. Are you with me so far? നിങ്ങൾ ഇതുവരെയും എൻ്റെ കൂടെ വന്നിട്ടുണ്ടോ? If you are there, wave your hands and say hallelujah. എൻ്റെ സന്ദേശത്തോടൊപ്പം നിങ്ങൾ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ കൈകൾ വീശിക്കൊണ്ട് ഒരു ഹല്ലേലൂയ പറയാമോ? I guarantee you, if you give me your undivided attention, this one message can transform your life. ഇന്ന് പതറിപ്പോകാത്ത ശ്രദ്ധയുമായിട്ട് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഇന്നത്തെ സന്ദേശത്തിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകാം, ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കും. Peter says, cast your anxieties on him because he cares for you. പത്രോസ് പറയുന്നു, നിങ്ങളുടെ സകല ചിന്താകുലവും ദൈവത്തിന്റെ മേൽ ഇട്ടുകൊള്ളുക, കാരണം അവൻ നിങ്ങൾക്കായി കരുതുന്നവനാണ്. Why? എന്തുകൊണ്ട്? Peter's personal experience number one. പത്രോസിന്റെ ആ ഒന്നാമത്തെ അനുഭവം ഇതാണ്. You can write it down. നിങ്ങൾക്കത് എഴുതിയെടുക്കാം. What was his first experience? എന്തായിരുന്നു പത്രോസിന്റെ ഒന്നാമത്തെ അനുഭവം? One day he was with Jesus. ഒരു ദിവസം അദ്ദേഹം യേശുവിന്റെ ഒപ്പമായിരുന്നു. And here comes some people, some officials. ഇപ്പോൾ ഇതാ ചില പ്രധാനികളായിട്ടുള്ള ചിലർ തന്റെ മുൻപിൽ വന്നിരിക്കുകയാണ്. They were tax collectors. അവർ ചുങ്കക്കാരായിട്ടുള്ള വ്യക്തികളാണ്. What tax collectors? ഏത് നികുതി പണം പിരിക്കുന്നവരാണ് ഇവർ? They were collectors of temple tax. അവർ ദൈവാലയ നികുതി പിരിക്കുന്ന ചുങ്കക്കാരാണ്. At that time, Peter just fumbled in his pockets. ആ സമയത്ത് പത്രോസ് തന്റെ പോക്കറ്റിൽ തപ്പി നോക്കി, No money. പണമില്ല. And with Jesus' hands also there was no money. യേശുവിന്റെ അടുക്ക് ചോദിച്ചപ്പോഴും അവിടെയും പണമില്ല. Both of them were standing there with empty pockets. ഇപ്പൊ ഇവർ രണ്ടുപേരും നിൽക്കുന്നത് കാലി പോക്കറ്റുമായിട്ടാണ്. But the officials are standing there. പക്ഷേ മുൻപിൽ പ്രധാനികളായിട്ടുള്ള അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ നിൽക്കുകയാണ്. They had to give them tax. അവർക്ക് നികുതി ചുങ്കം കൊടുത്തേ പറ്റൂ. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഡെലിവറൻസ് ക്ലിനിക് 2016. ജൂൺ 14, 15, 16 തീയതികളിൽ രാവിലെ 9 മണി മുതൽ.
കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ടീമും ശുശ്രൂഷിക്കുന്നു. തലചായ്ച്ച് കിടന്ന് കരയുവാൻ നിനക്കൊരു തോളുണ്ട്. അത് എന്റെ യേശുവിന്റെ തോളത്രേ. നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാനായി വിളിക്കുക 0484422101. സഹോദരിയുടെ പേര് ഉഷ എന്നാണ്. സഹോദരിക്ക് 3 വർഷത്തോളമായി കടുത്ത അലർജിയും അതോടനുബന്ധിച്ച് തുമ്മലും ശ്വാസം മുട്ടും അതിൻ്റെ അസുഖമായിരുന്നു. തുമ്മലായിട്ടൊക്കെ തുടങ്ങിയതാണ്. അത് ശ്വാസം മുട്ട് അത് കഠിനമായ രീതിയിലോട്ട് മാറി. തനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റൂല. ശ്വാസം മുട്ടൽ വരുമ്പോൾ, തുമ്മൽ വരുമ്പോൾ രാത്രി മുഴുവൻ താൻ ഉറങ്ങാതെ എഴുന്നേറ്റിരിക്കുമായിരുന്നു. ജോലിക്ക് ടാപ്പിക്കിൻ്റെ തൊഴിലാളിയാണ്. തനിക്ക് ജോലിക്ക് പോകാൻ പോലും അങ്ങ് അത്രയും ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് ആ ശ്വാസം മുട്ട് അത്രയും 3 വർഷത്തോളം താൻ അനുഭവിച്ചു. ഡോക്ടർമാർ പറഞ്ഞത് തണുത്തൊന്നും കഴിക്കരുത്, തണുപ്പത്ത് ഇറങ്ങരുത്, തണുത്ത വെള്ളത്തിൽ കുളിക്കരുത്, രാവിലെ വെട്ടാനൊക്കെ പോകേണ്ട ആളാണ്, പക്ഷേ ഇതൊന്നും ചെയ്യരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഈ സഹോദരി പറഞ്ഞ് തൻ്റെ ആസ്മയ്ക്കും ഈ വലിവിനും തുമ്മലിനും ഒന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. അത് അത്രയും 3 വർഷത്തോളം താൻ അനുഭവിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന ഒരു വ്യക്തിയാണ് താൻ. ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കഴിഞ്ഞ ജനുവരി മാസത്തിലാണെന്ന് തോന്നുന്നു, ഉറപ്പില്ലെന്ന് പറയുന്നു, ജനുവരി മാസത്തിലാണെന്ന് തോന്നുന്നു താൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ. ജനുവരി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസമാണോ? കഴിഞ്ഞ വർഷം, ഒരു വർഷത്തിന് മുമ്പ് താൻ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേനും ഇപ്രകാരം ബ്രദർ പറഞ്ഞു, ഉഷ എന്ന് പറയപ്പെടുന്ന ഒരു സഹോദരിയുടെ ആസ്മയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറയുന്നു. ആസ്മ രോഗത്തിന് അടിമകളായ ഒത്തിരി പേരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. വളരെ വളരെ സ്പഷ്ടമായ സൗഖ്യമാണ് യേശുവിൻ്റെ നാമത്തിൽ. ആസ്മ രോഗം, ഉഷ എന്നു പേരുള്ളൊരു സഹോദരി ആസ്മ രോഗത്തിൽ നിന്നും പെട്ടെന്ന് പുറത്തു വരുന്നു. അപ്പോൾ ആ സഹോദരി പറഞ്ഞ തൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ ഒരു ശക്തി വരുന്നത് പോലെ തനിക്ക് തോന്നി. സഹോദരി പറഞ്ഞ അന്ന് രാത്രി താൻ എഴുന്നേറ്റ്, സാധാരണ എല്ലാ ദിവസവും രാത്രി എഴുന്നേറ്റിരുന്ന് ഉറങ്ങാതെ രാത്രി മുഴുവൻ കഴിച്ചുകൂടി എന്ന് പറഞ്ഞ് അന്ന് രാത്രി താൻ സുഖമായി ഉറങ്ങി. അന്ന് രാത്രി വർഷങ്ങളായി ഉറങ്ങാൻ പറ്റില്ലായിരുന്നു, അന്ന് രാത്രി സുഖമായി ഉറങ്ങാൻ പറ്റി. പിന്നെ പറയുന്ന അതിനുശേഷം ആ ആസ്മയുടെ ശ്വാസം മുട്ടലോ തുമ്മലോ ആ അസുഖം തന്നെ വന്നിട്ടില്ല. താനിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. ദൈവം പൂർണ്ണമായി ഈ സഹോദരി സൗഖ്യമാക്കി എന്നാണ് പറയുന്നത്. കൈകൾ ശക്തിയോടെ അടിച്ച് യേശുവിന് നന്ദി പറയാം. ഇപ്പോൾ 1 വർഷമായി സൗഖ്യം ലഭിച്ചിട്ട് അല്ലേ? ഇപ്പോഴത്തെ ഫീലിംഗ് എന്താണ്? ഇപ്പോൾ വളരെ വ്യത്യാസമുണ്ട്? കുഴപ്പമൊന്നുമില്ല. ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ടോ? ജോലിയിൽ വീണ്ടും പോകാൻ തുടങ്ങി. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. ഞങ്ങളെല്ലാവരും ചേർന്ന് ഉഷയെ കർത്താവ് സൗഖ്യമാക്കിയതിനായി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് അവളുടെ പേര് പറഞ്ഞ് രോഗത്തിൻ്റെ അവസ്ഥ പറഞ്ഞ് വ്യക്തതയോടെ കർത്താവ് ഒരു സൗഖ്യം കൊടുത്തല്ലോ, അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. എന്നാൽ കർത്താവേ, ഇനിയും രോഗസൗഖ്യം വേണ്ടവർ ഇവിടെയുണ്ട്, ഇത് കാണുന്നുണ്ട്. അവർക്ക് കൂടെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യവും വിടുതലും ഉണ്ടാകട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അടിമാലി ജൂൺ 10 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പഞ്ചായത്ത് ടൗൺ ഹാൾ, അടിമാലി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കട്ടപ്പന ജൂൺ 11 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, കട്ടപ്പന. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് വലിയ വിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ത്രോട്ട് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കഴുത്തിനെ ബാധിച്ചിരിക്കുന്ന ചില രോഗങ്ങൾ, കഴുത്ത് വല്ലാതെ സ്റ്റിഫാകുന്നു, വശങ്ങളിലേക്ക് പൂർണ്ണമായും തിരിയാൻ കഴിയുന്നില്ല, നല്ല പെയിൻ, ഇടയ്ക്കിടയ്ക്ക് സ്വെല്ലിങ്, യേശുവിൻ്റെ നാമത്തിൽ ആ രോഗത്തെ ഇപ്പോൾ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം. ശ്വാസകോശങ്ങൾ, ലങ്സ്, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ കുടലിൻ്റെ അകത്ത് അൾസറുകളും കുരുക്കളും എല്ലാം വന്ന് പൊട്ടി വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മദ്യപാനിയായ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന
സഹോദരിമാർ, അവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ കുടുംബത്തിൽ വലിയ വിടുതലുണ്ടാകാൻ, സമാധാനം ഉണ്ടാകാൻ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള എല്ലാ കുടുംബങ്ങളിലും ഒരു വലിയ വിടുതൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആ അത്ഭുതകരമായ വിടുതൽ കർത്താവ് നീ പകരുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവിൻ്റെ അത്ഭുതം അവിടെ നടക്കുന്നതിനാൽ നന്ദി പറയുന്നു. കാൽമുട്ടുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ യൂറിനറി പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിഡ്നി സ്റ്റോൺസ് യേശുവിൻ്റെ നാമത്തിൽ വെളിയിലേക്ക് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ വിടുതൽ കർത്താവ് നീ കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. കരളിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ രോഗം സൗഖ്യമാകട്ടെ. മൈഗ്രെയിൻ സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിക്കൊണ്ട് നിങ്ങളുടെ രോഗമാകട്ടെ, മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രയാസമാകട്ടെ, ഇപ്പോൾ വിശ്വസിക്കുക. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വിടുതൽ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. പാപ്പച്ചൻ എന്നു പേരുള്ളൊരു സഹോദരനെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. നട്ടലിന് പ്രയാസമുള്ള, പ്രത്യേകിച്ച് ലോവർ ബാക്കിൽ പ്രയാസമുള്ള പാപ്പച്ചൻ, യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരൻ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഞാൻ നിങ്ങളുടെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ഉള്ളിൽ വിശ്വസിക്കുക. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ സ്വീകരിക്കുക. കർത്താവ് നീ അങ്ങനെ ചെയ്തതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരാൻ മറക്കരുത്. അടിമാലിയിലും കട്ടപ്പനയിലും നമുക്ക് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽസ് ഉണ്ട്. മാത്രമല്ല, നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ പ്രാർത്ഥനാ ഡയറി, മൈ പ്രയർ ഡയറി, അത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒത്തിരി സഹായിക്കുന്ന പുസ്തകമാണ്. മറ്റുള്ള പുസ്തകങ്ങൾ ഒക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഒരാളോടെങ്കിലും ഇന്ന് തന്നെ പറയുക. നാളെ ഈ സമയത്ത് വീണ്ടും കാണാം. God bless you all. Bye-bye.